നമസ്കാരം. ദേശീയം സർവ്വദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരിക്കുന്നു. ദില്ലി മദ്യനയ അഴിമതിയുമൊന്നുമല്ല അടിസ്ഥാന വിഷയം. അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി മതേതര പാർട്ടികളുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കിയിരിക്കുന്നു. മതേതര പാർട്ടികൾ ഒരുമിച്ച് നിൽക്കുന്നതിനെ നരേന്ദ്രമോദിക്ക് ഭയമാണ്. ആ ഭയത്തിന്റെ തുടർച്ചയാണ് കെജ്രിവാളിന്റെ അറസ്റ്റ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. പിന്നാലെ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തു. ഒന്നുകിൽ BJPയിൽ ചേരാം, അല്ലെങ്കിൽ BJPയുടെ ആജ്ഞ അനുസരിച്ചുള്ള രാഷ്ട്രീയ നിലപാട് കൈക്കൊള്ളണം. BJP ഭീഷണിപ്പെടുത്തി പാർട്ടിയിൽ ചേർത്ത ഒരു കോൺഗ്രസ് നേതാവുണ്ട്, അശോക് ചവാൻ, മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി, അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവ്. അശോക് ചവാൻ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നു. പാർട്ടി മാറാനുള്ള കാരണം കരഞ്ഞുകൊണ്ടാണ് അശോക് ചവാൻ വിശദീകരിച്ചത്. ഒന്നുകിൽ BJPയിൽ പോകാം, അല്ലെങ്കിൽ ജയിലിൽ പോകണം. ജയിലിൽ പോകാൻ വയ്യാത്തതിനാൽ ഞാൻ BJPയിലേക്ക് പോകുന്നു. BJPയുമായി ധാരണയുണ്ടാക്കി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിമാരുണ്ട്. ഒറീസ മുഖ്യമന്ത്രി നവീൻ പട്നായിക്, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. അവരെയൊന്നും ഇഡിയോ CBIയോ ആദായ നികുതി വകുപ്പോ തൊടില്ല. BJPയെ ശക്തമായി എതിർത്ത മുഖ്യമന്ത്രിയായിരുന്നു ഹേമന്ത് സോറൻ. ഹേമന്ത് സോറൻ ഇപ്പോൾ ജയിലിലാണ്. പിന്നാലെ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ദില്ലി മദ്യനയ അഴിമതി കേസിലാണ്. ദില്ലി സർക്കാർ നടപടിക്രമങ്ങൾ പാലിക്കാതെ മദ്യനയം നടപ്പിലാക്കി എന്നതാണ് കേസ്. പുതിയ നയത്തിലൂടെ 550 കോടിയുടെ നഷ്ടമുണ്ടായത്രേ. നയം നടപ്പിലാക്കുന്നതിനായി മദ്യവ്യാപാരികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയത്രേ. എന്നാൽ ഇതിനൊന്നും തെളിവില്ല. കേസിലെ പ്രതിയായ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ 1 വർഷത്തോളമായി ജയിലിലാണ്. മുതിർന്ന ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗിനെയും ജയിലിലടച്ചു. ഒടുവിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. കേജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഫലിക്കുന്ന മോഡി ഗവൺമെന്റിന്റെ നഗ്നമായ സ്വേച്ഛാധിപത്യ ഭീകരണ പ്രവർത്തന ശൈലിയും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അടിയന്തരാവസ്ഥയാണ്. മോഡി ഭരണത്തിന്റെ പോക്കിനെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നാണ് പൊതുവിൽ വിശേഷിപ്പിച്ച് പോന്നിരുന്നത്. മോഡിയുടെ ഗവൺമെന്റ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. എത്ര വലിയ അഴിമതിക്കാരെയും BJPയുടെ ഈ വാഷിംഗ് മെഷീനിലേക്ക്, നരേന്ദ്രമോദിയുടെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടാൽ അഴുക്കെല്ലാം അവർ മാറ്റിയിട്ട് കളഞ്ഞ് പുറത്തു കൊണ്ടുവരും. EDയെ ഉപയോഗപ്പെടുത്തി, ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷ പാർട്ടികളെയും ജനാധിപത്യ ശക്തികളെയും അടിച്ചമർത്തുന്നതിന് നരേന്ദ്രമോദി തന്നെ നേരിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനം നടത്തി വരുന്നത്. നമ്മുടെ കഴിഞ്ഞ 8-ാം തീയതി നടന്ന സമരത്തിൽ ആവേശോജ്വലമായ രീതിയിൽ പങ്കുവഹിച്ച ഏറ്റവും പ്രമുഖനായ മുഖ്യമന്ത്രിയായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ. ഒപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് വേണ്ടി IT മന്ത്രിയും ഫറൂഖ് അബ്ദുള്ളയും ഉൾപ്പെടെ എല്ലാം പങ്കെടുത്ത സമര പരിപാടിക്ക്
ആദ്യാവസാനമുണ്ടായിരുന്ന ഏറ്റവും പ്രമുഖനായ നേതാവ് കെജ്രിവാളായിരുന്നു. അദ്ദേഹത്തെയാണ് ഇപ്പോൾ അഴിമതിയുടെ പേരും പറഞ്ഞ് കൽത്തുറുങ്കിൽ അടച്ചിരിക്കുന്നത്. കൽത്തുറുങ്കിൽ അടച്ചിരിക്കുന്ന കെജ്രിവാളാണ് പുറത്തുള്ള കെജ്രിവാളിനേക്കാളും ശക്തനായിട്ടുള്ള നേതാവ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതാണ് കേരളത്തിലും ഇന്ത്യയിലും കാണാൻ പോകുന്നത്. ഇന്ത്യ സഖ്യം രാജ്യവ്യാപകമായിട്ട് ഇതിനെതിരായ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ആ ദൗത്യം നിർവഹിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മോദിയുടെ ഫാസിസ്റ്റ് ഭരണത്തിന്റെ തീവ്രതയുടെ പ്രതിഫലനമാണ് ദില്ലിയിൽ കാണുന്നത്. മോദിക്ക് ലക്ഷ്യങ്ങൾ പലതാണ്. ഇലക്ടർ ബോണ്ടുകളിലൂടെ പുറത്തു വന്നത് BJP നടത്തിയ കോടികളുടെ അഴിമതിയാണ്. ഹിന്ദുത്വം ആളിക്കത്തിച്ച് എളുപ്പം തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്ന മോദിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം അയോധ്യയിലെ രാമക്ഷേത്രമല്ല, ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണ്. ഇതിൽ നിന്നെല്ലാം ജനശ്രദ്ധ തിരിച്ചുവിടണം. ഇതാണ് ലക്ഷ്യം. ഈ ലക്ഷ്യത്തോടെയാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. ദില്ലി, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടിക്ക് നിർണായക സ്വാധീനമുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം ആം ആദ്മി പാർട്ടി മറ്റ് മതേതര പാർട്ടികളുമായി സഖ്യത്തിലാണ്. ആപ്പ് തനിച്ച് മത്സരിക്കുമെന്നും അങ്ങനെ മതേതര വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാകുമെന്നും മോദി കണക്കുകൂട്ടി. ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുന്നു. അഴിമതി മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർന്നു വരികയാണ്. സംഘപരിവാറിന് മുസ്ലിങ്ങൾ രണ്ടാം കിട പൗരന്മാരാണ്. മോദിയുടെ പാലക്കാട് റോഡ് ഷോയിലൂടെ ജനങ്ങൾക്ക് ഇക്കാര്യം ബോധ്യപ്പെട്ടു. എന്നാൽ അധികാരത്തിന്റെ അപ്പകഷത്തിന് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല. വിചാരധാര RSSന്റെ രണ്ടാം സർസംഘചാലക് ഗോൾവൽക്കർ രചിച്ച ഗ്രന്ഥമാണ് വിചാരധാര. സംഘപരിവാറിന്റെ ഔദ്യോഗിക ഗ്രന്ഥം. ആരാണ് RSSന്റെ ശത്രുക്കൾ? വിചാരധാരയിൽ ഗോൾവൽക്കർ ഇങ്ങനെ വിശദീകരിച്ചിരിക്കുന്നു: രാജ്യത്തെ ഹിന്ദുക്കൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് സമയം കളയരുത്. യഥാർത്ഥ ശത്രുക്കൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. നരേന്ദ്രമോദിയുടെ 10 വർഷക്കാലത്തെ ഭരണകാലത്ത് രാജ്യം കണ്ടത് വിചാരധാരയിലെ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ആക്രമണോത്സുകതയാണ്. കലാപങ്ങൾ നിത്യസംഭവങ്ങളായി. നിരപരാധികൾ കൊല്ലപ്പെട്ടു. സംഘപരിവാർ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ആരാധനാലയങ്ങൾ, വീടുകൾ, സ്ഥാപനങ്ങൾ ഇവയെല്ലാം വ്യാപകമായി തകർത്തു. ന്യൂനപക്ഷങ്ങൾ വ്യാപകമായി വേട്ടയാടപ്പെടുമ്പോഴും BJPക്ക് ചില ന്യൂനപക്ഷ മുഖങ്ങൾ വേണം. തങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധരല്ലെന്ന് സ്ഥാപിക്കാൻ കുറച്ച് മുഖങ്ങൾ വേണം. ഇവർക്കെല്ലാം ചില സ്ഥാനമാനങ്ങൾ നൽകും. പക്ഷേ BJP നേതൃത്വത്തെ തൃപ്തിപ്പെടുത്തണം. എങ്കിലേ വലിയതെന്തെങ്കിലും കിട്ടൂ. ഇതിനായുള്ള കഠിനാധ്വാനമാണ് കേരളത്തിന്റെ തെരുവുകളിൽ കണ്ടത്. Why are you provoking? Why are you provoking the students? Why are you provoking the students? Get lost. How can you say that? Get lost. BJP മുസ്ലിം സമുദായത്തെ എങ്ങനെയാണ് കാണുന്നത്? മോദിയുടെ പാലക്കാട് റോഡ് ഷോ ആണ് മികച്ച ഉദാഹരണം. പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ, പൊന്നാനിയിലെ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ, മലപ്പുറത്തെ സ്ഥാനാർത്ഥി അബ്ദുൾ സലാം എന്നിവരെ റോഡ് ഷോയിലേക്ക് ക്ഷണിച്ചു. മോദിയുടെ റോഡ് ഷോ വാഹനത്തിലേക്ക് നോക്കാം. മോദിക്കൊപ്പം കൃഷ്ണകുമാറിനെയും നിവേദിതയെയും കാണാം. പക്ഷേ അബ്ദുൾ സലാം ഇല്ല. പൊന്നാനി കാൻഡിഡേറ്റ് ഇപ്പുറത്തെ ഒരു മണ്ഡലോ 2 മണ്ഡലോ ഷെയർ ചെയ്യുന്നുണ്ട്.
അപ്പോൾ അവർക്ക് ബന്ധപ്പെടാൻ പാലക്കാട് മണ്ഡലത്തിന് 2 കാൻഡിഡേറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് അനുസരിച്ചിട്ട് 2 പേരെ ചേർത്ത് BJP പ്രസിഡന്റിനെ കൂടെ ചേർത്ത് അപ്രൂവ് ചെയ്ത ഡോക്യുമെൻ്റ് അവിടെ ഉണ്ടായിരുന്നു. എന്നെ അവിടെ വന്നിട്ട് പ്രൈം മിനിസ്റ്റർ അക്കമ്പനി ചെയ്യാൻ വേണ്ടി ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ഐ വോണ്ട് ടു മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ അഗെയിൻ. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തേത് അദ്ദേഹത്തിന് ഞാൻ മലപ്പുറം കാൻഡിഡേറ്റ് ആണെന്ന് അദ്ദേഹത്തോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, അദ്ദേഹം എന്നെ അറിയില്ലെങ്കിൽ ഒന്ന് അറിയുക, അതായിരുന്നു. രണ്ടാമത് അദ്ദേഹത്തോട് കൂടെ നിന്ന് 1-2 ഫോട്ടോഗ്രാഫ് എടുക്കുമെങ്കിൽ പോസ്റ്റേഴ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. മോദിയുടെ റോഡ് ഷോയിൽ കൃഷ്ണകുമാരനും നിവേദിതയ്ക്കുമൊപ്പം അബ്ദുൾ സലാമും പങ്കെടുക്കുമെന്ന് BJP നേതൃത്വം അറിയിച്ചിരുന്നു. എന്നാൽ അബ്ദുൾ സലാമിനെ മാത്രം മാറ്റി നിർത്തി. അബ്ദുൾ സലാമിന് SBGയുടെ അനുമതി ലഭിച്ചില്ല എന്നതാണ് BJP നേതൃത്വത്തിന്റെ വിശദീകരണം. ഹിന്ദുക്കളായ K സുരേന്ദ്രനും കൃഷ്ണകുമാരനും നിവേദിതയ്ക്കും SBGയുടെ സുരക്ഷാ അനുമതി ലഭിച്ചു. എന്നാൽ മുസ്ലിമായ അബ്ദുൾ സലാമിന് SBGയുടെ അനുമതി ലഭിച്ചില്ല. ഹിന്ദുവിന് ലഭിക്കും, മുസ്ലിമിന് ലഭിക്കില്ല. ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ. മോദി സർക്കാരിന്റെ 10 വർഷക്കാലത്തെ ഭരണം സൃഷ്ടിച്ച മതപരമായ വിവേചനമാണ് മോദിയുടെ പാലക്കാട് റോഡ് ഷോയിൽ കണ്ടത്. ആദ്യം തന്നെ ഇവർ പ്രഖ്യാപിച്ചത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ കൂടെ പൊന്നാനി സ്ഥാനാർത്ഥിയും മലപ്പുറം സ്ഥാനാർത്ഥിയും പാലക്കാട്ടെ സ്ഥാനാർത്ഥി ഉണ്ടാകുന്ന ഒരു തെറ്റായ സന്ദേശവും കൂടി കൊടുത്തു. കാരണം മലപ്പുറത്ത് മത്സരിക്കുന്നത് ഒരു മതന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം അവിടെ വന്നു, ആ വാഹനത്തിൽ കയറാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുവഴി കൊടുത്ത സന്ദേശം എന്താ? ഒരു മുസ്ലിം ആയതുകൊണ്ട് പ്രധാനമന്ത്രിൻ്റെ അടുത്ത് നിൽക്കാൻ സാധിച്ചില്ല. ഇതല്ലേ കൊടുത്തത്, ഇതല്ലേ ഗുണം കിട്ടിയത്. അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. അദ്ദേഹത്തെ അപമാനിച്ചില്ലേ? ഇവിടെ അദ്ദേഹം വന്നിട്ട് തിരിച്ചു പോകേണ്ടിയിരുന്നോ? എന്തിനാ ഈ 4 സ്ഥാനാർത്ഥികളും ഉണ്ടാകുമെന്ന് ആദ്യം പറഞ്ഞത്? പൊന്നാനിയിലെയും അതുപോലെ തന്നെ പാലക്കാട് മാത്രമേ ഉള്ളൂ. 3 എണ്ണമല്ലേ ആദ്യം പ്രഖ്യാപിച്ചത്. മലപ്പുറത്തെ സ്ഥാനാർത്ഥി ഒരു മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളല്ലേ, മുൻഗണന കൊടുക്കണ്ടേ? അവർക്ക് മുൻഗണന കൊടുക്കണ്ടേയല്ലേ? അദ്ദേഹം അവിടെ പോയില്ലേ? എന്നിട്ട് വളരെ അപമാനിതനായിട്ടല്ലേ അദ്ദേഹം തിരിച്ചു പോയി. ഇത് നമ്മളെ ഗവർണർ കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മതന്യൂനപക്ഷത്തിൽപ്പെട്ടവർ BJPയിലേക്ക് പോയാലുള്ള ഈ തൊട്ടുകൂടായ്മ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണറാണ്. വെറുതെ നാണക്കേടാക്കിയില്ലേ? എന്ത് ഗുണം ഇതുകൊണ്ട് കിട്ടിയത്? ഒരു വശത്ത് മണിപ്പൂരിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ കൂട്ടത്തോടെ തകർക്കുക, മറുവശത്ത് മോദിയുടെ ക്രിസ്ത്യൻ ദേവാലയ സന്ദർശനം. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വേണം, പക്ഷേ മതം നോക്കി അവരെ ആക്രമിക്കുന്നു. ഇതിനെതിരെ പ്രതികരിക്കുന്ന പുരോഹിതന്മാരുണ്ട്. വോട്ട് തേടി വരുന്നവരുടെ മുഖത്ത് നോക്കി ചോദ്യം ചെയ്യാൻ ധൈര്യമുള്ളവർ. चर्च के पादरी भी हिंसा के शिकार हो रहे हैं। രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതത്വമുള്ള പ്രദേശമാണ് കേരളം. അത്തരമൊരു സംസ്ഥാനത്തെക്കുറിച്ചാണ് മോദി പച്ചക്കള്ളം പറയുന്നത്. ഇനി ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളുടെ കണക്കുകൾ നോക്കാം. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ട് പ്രകാരം 2024 മാർച്ച് വരെ രാജ്യത്ത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ 161 അക്രമങ്ങൾ നടന്നു. ഛത്തീസ്ഗഡ് 47, UP 36, മധ്യപ്രദേശ് 14, ഹരിയാന 10, രാജസ്ഥാൻ 9.
ഈ പട്ടികയിലെവിടെയും കേരളമില്ല. ന്യൂനപക്ഷങ്ങൾ ക്രിസ്ത്യാനിയായാലും മുസ്ലിമായാലും കേരളത്തിൽ സുരക്ഷിതരാണ്. എന്നാൽ കേരളത്തിന് പുറത്ത് അങ്ങനെയല്ല. BJP സ്ഥാനാർത്ഥി അബ്ദുൾ സലാമിന് നേരിടേണ്ടി വന്ന വിവേചനം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. അധികാരത്തിന്റെ അപകർഷത്തിന് വേണ്ടി BJPയുടെ ചുറ്റും കൂടുന്നവർക്കെല്ലാം അബ്ദുൾ സലാമിന്റെ അനുഭവം ഒരു പാഠമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇവർക്കും ഇതെല്ലാം ബോധ്യപ്പെടും. ബീഫിന്റെ പേരും പറഞ്ഞ് നിരപരാധികളെ തല്ലിക്കൊല്ലുന്നവരാണ് സംഘപരിവാറുകാർ. എന്നാൽ രാജ്യത്ത് നിന്ന് ഇഷ്ടം പോലെ ബീഫ് കയറ്റുമതി ചെയ്യാം. ബീഫ് കയറ്റുമതി കമ്പനികളിൽ നിന്ന് ഇഷ്ടം പോലെ ഇലക്ട്രൽ ബോണ്ടുകളും വാങ്ങിക്കൂട്ടാം. BJPക്ക് വളരെ എളുപ്പത്തിൽ വോട്ടുപിടിക്കാവുന്ന ഒട്ടേറെ മാർഗങ്ങളുണ്ട്. അവയിൽ ഒന്നാണ് പശു. അഖ്ലാഖ്, പഹ്ലൂഖാൻ, ജുനൈദ്, നസീർ, ഈ പട്ടിക നീണ്ടതാണ്. അറിയപ്പെടുന്ന പല സംഘപരിവാർ നേതാക്കളും നല്ല ബീഫ് തീറ്റക്കാരാണ്. VD സവർക്കർ ആയിരുന്നു ഒന്നാമൻ. സവർക്കർ പശു ആരാധനയ്ക്കെതിരെ നിലപാട് കൈക്കൊണ്ടിരുന്നു. ആ നിലപാടിന് പിറകിലെ ലക്ഷ്യവും വർഗീയത തന്നെയായിരുന്നു. ഹിന്ദുക്കളുടെ ശ്രദ്ധ പശു സംരക്ഷണത്തിലും ക്ഷേത്ര സംരക്ഷണത്തിലും ആയതിനാലാണ് മുസ്ലിം അക്രമകാരികൾക്ക് യുദ്ധങ്ങളിൽ വിജയിക്കാൻ കഴിയുന്നതെന്നതായിരുന്നു സവർക്കറുടെ വാദം. പശുവിനെ ആരാധിക്കാനുള്ളതാണ് എന്ന ലളിതമായ ചിന്താഗതിയും വിഡ്ഢിത്തവും രാജ്യത്തിന് ദോഷം ചെയ്തു. ഈ വിശ്വാസത്തിന്റെ പേരിൽ ഹിന്ദു രാജ്യങ്ങൾ കീഴടങ്ങി. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി സർക്കാർ കേന്ദ്രം ഭരിക്കുന്ന കാലം ജനസംഘ നേതാവ് AB വാജ്പേയി ആയിരുന്നു അന്നത്തെ വിദേശകാര്യമന്ത്രി. കൊളംബോയിൽ ചേരിചേര രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാനായി മാധ്യമപ്രവർത്തകനായ BRP ഭാസ്കറും വാജ്പേയിക്കൊപ്പം കൊളംബോയിലേക്ക് പോയി. അന്നുണ്ടായ ഒരു ബീഫ് അനുഭവം തന്റെ ആത്മകഥയായ ന്യൂസ് റൂമിൽ വിശദീകരിക്കുന്നതിങ്ങനെ: കൊളംബോയിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ അവിടുത്തെ രീതിയിൽ വാജ്പേയി ഞങ്ങളും ഭക്ഷണം കഴിച്ചു. മുമ്പിലിരുന്ന ഒരു പാത്രത്തിലെ വിഭവം വാജ്പേയി കോരി സ്വന്തം പ്ലേറ്റിലിടുമ്പോൾ തൊട്ടപ്പുറത്തിരുന്ന ലേഖകൻ അദ്ദേഹത്തോട് പറഞ്ഞു, പണ്ഡിറ്റ്ജി, അത് ബീഫാണ്. വാജ്പേയി പുഞ്ചിരിച്ചുകൊണ്ട് പ്രതിവചിച്ചു, ഇത് ഇന്ത്യൻ പശുവല്ല. ഇന്ത്യൻ പശുവിനെ കൊല്ലാൻ പാടില്ല. വിദേശ പശുവിനെ കൊല്ലാം, തിന്നാം. പശു ഇന്ത്യയിൽ മാതാവാണ്, ദൈവമാണ്. ഇന്ത്യക്ക് പുറത്ത് പശുവിനെ കൊല്ലാം, ഭക്ഷിക്കാം. തൃശൂരിലെ BJP സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. കുറച്ചുകാലം മുമ്പ് സുരേഷ് ഗോപി സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിൽ പോയി. അവിടെ വെച്ച് ബീഫ് കഴിച്ചതിന്റെ അനുഭവം പങ്കുവച്ചതിങ്ങനെ: ഈ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ നവംബർ 5ന് ഒരു ഷോയ്ക്ക് വേണ്ടി സൂറിക്കിൽ പോയിട്ട് അവിടെ ബീഫും പോർക്കും മാത്രമേ ഉള്ളൂ. പോർക്ക് തുടർന്ന് പ്രശ്നമില്ല. ബീഫ് അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഇലകളൊക്കെ കഴിക്കേണ്ടി വരും. അത് എന്റെ ടേസ്റ്റ് ബഡ്സ് ചിലപ്പോ എനിക്ക് കർമ്മത്തെ അടിയ തരും കഴിച്ചിട്ട് ബീഫ് 4 ദിവസം കഴിച്ചതിന്റെ ഒരു ആഡ് ഓൺ ആണ്. സുരേഷ് ഗോപിക്ക് ബീഫ് കഴിക്കാം. എന്നാൽ ഈ പാവങ്ങൾ ബീഫ് കഴിക്കാൻ പാടില്ല. ബീഫ് കൈവശം വയ്ക്കാനുമാകില്ല. ചത്ത പശുവിന്റെ തൂലുരയ്ക്കാനാകില്ല. അങ്ങനെയെല്ലാം ചെയ്താൽ സംഘപരിവാറിന്റെ ശിക്ഷ ഇങ്ങനെ: ഇപ്പോൾ ഇതാ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിൽ കോഴപ്പണം നൽകിയവരുടെ പട്ടിക പുറത്തു വന്നിരിക്കുന്നു. ഈ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ബീഫ് കയറ്റി അയക്കുന്ന 2 കമ്പനികളുണ്ട്. അല്ലാന സൺസ് പ്രൈവറ്റ് ലിമിറ്റഡും ഫ്രിഗോരിഫിക്കോയും.
2019 അല്ലാന സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇലക്ട്രൽ ബോണ്ടായി നൽകിയത് 3 കോടി. ഫ്രിഗോരിഫിക്കോ വാങ്ങിയത് 2 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട്. ബീഫ് കഴിക്കരുത്, ബീഫ് കഴിച്ചാൽ തല്ലിക്കൊല്ലും, എന്നാൽ ബീഫ് കയറ്റി അയക്കാം. ബീഫ് കയറ്റുമതി കമ്പനിയിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടായി കോടികൾ കോഴ കൈപ്പറ്റാം. തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. ഓരോ ദിവസവും മോദി സർക്കാരിന്റെ വൻ അഴിമതികളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള കഠിന പ്രയത്നമാണ് നരേന്ദ്രമോദിയും BJPയും എല്ലാം നടത്തുന്നത്. ഇതിൻ്റെ എല്ലാം പ്രതിഫലനമാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സംഭവം. സമാനമായ സംഭവങ്ങൾ ഒരുപക്ഷെ ഇനിയും ഉണ്ടായേക്കാം. ഇത്തവണത്തെ ദേശീയം സർവ്വദേശീയം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.